ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് സ്ഥലത്തിന് പേര് കൂടുതലോട് പറയാം Bolongong Bintan Club. വിത്ത് ബാർ അറ്റാച്ച്ഡ് ടിഫിനും എല്ലാം ഉണ്ട്. അടിപൊളി. അങ്ങോട്ട് നോക്കിയിട്ട് നല്ല ലേക്കല്ലേ. ഇപ്പം നമ്മൾ എന്തിനാ വന്നേ? ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന്. ഗുഡ് ലുക്ക്, ഗുഡ് വ്യൂ. അതേ കണ്ടോ, ബാക്ക് സൈഡിൽ നല്ല ലേക്കാണ് കാണുന്നത്. അവിടെ ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാർ. ഇത് നമ്മളുടെ സെക്കൻഡ് വീഡിയോ ആണ്, ഈസ്റ്റർ ഹോളിഡേയ്സിൻ്റെ. അപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ സ്റ്റാൻവെൽ ലുക്ക് ഔട്ടിൽ പോയിന്ന്. അന്ന് തന്നെ വൈകിട്ട് നമ്മൾ റിസോർട്ടിലോട്ട് വന്നു. വൊലോങ്ങോങ് എന്ന സ്ഥലത്ത് വിൻതാങ് ക്ലബ് എന്ന് പറഞ്ഞ റിസോർട്ടിലായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തത്. അവിടുന്ന് തന്നെയായിരുന്നു ഡിന്നർ കഴിച്ചു. പിന്നെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ഫുഡായിരുന്നു. അതൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് ഇല്ലാവാര ലേക്ക് എന്ന് പറയും. അവിടെ കുറേ ആൾക്കാർ ഫിഷിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. സ്വാൻ അല്ലത്, പെലിക്കൻ. എൻ്റെ വരവ് നോക്ക്. ലേക്കിൽ ഇറങ്ങണ്ട, നമുക്കിപ്പോൾ ബീച്ചിൽ പോവാം. എടാ ദോ അവിടെ അവിടെ ഫിഷിനെ കണ്ടോ, കുഞ്ഞു ബേബീസിനെ കണ്ടോ, നിറയെ. ഈ കാണുന്ന വലിയ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഞങ്ങൾ താമസിച്ച റിസോർട്ട്, നമ്മൾ താമസിച്ച ആ ഒരു റൂമിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു വ്യൂ ആട്ടോ. ഇത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്താണ് അതിൻ്റെ ലേക്ക് വരുന്നത്. ഇതൊരു വലിയ പ്ലേ ഗ്രൗണ്ടാണ്. അത് നമ്മുടെ നാട്ടിലിപ്പോൾ വട്ട് കളിക്കില്ലേ, വട്ട് അറിയാമോ, ഗോലി കളിക്കുന്നത്, അതുപോലത്തെ ഒരു ഗെയിം അവിടെ കളിക്കാനുള്ളൊരു സ്പേസ് ആട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞങ്ങൾ ആ തലേന്ന് വൈകിട്ട് ഇറങ്ങിയ ഷോട്ടാണ് ഇത്. അപ്പോൾ വൈകിട്ട് ഇറങ്ങിയ ടൈമിൽ ഇറങ്ങുന്നതിന് മുന്നേ അവർ കളിക്കുന്നുണ്ടായിരുന്നു. കുറേ ആൾക്കാർ ചേർന്നിട്ട്, ആ ക്ലബ്ബിലെ ആൾക്കാർ, മെമ്പേഴ്സ് ആയിരിക്കണം, കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ലേക്കിൻ്റെ സൈഡിൽ പോയി കുറേ നേരം സ്പെൻഡ് ചെയ്തു. നല്ല കാമായിട്ടുള്ള സ്ഥലമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ നേരെ കാണുന്നത് ബുള്ളറ്റ് ബാറാണ്. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ഈ ബുള്ളറ്റ് ബാർ കാണുന്നത്. സംഭവം നോർമൽ ബാർ, ഹോട്ട് ബീവറേജസ് കിട്ടുന്ന നോർമൽ ബാറിൻ്റെ ഒരു ബുള്ളറ്റ് ഷേപ്പിലുള്ളൊരു സെറ്റപ്പ്. അപ്പോൾ അതിൽ അവർ ഹോട്ട് ഡ്രിങ്ക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. ബട്ട് ഞങ്ങൾ പോയ ദിവസം അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. ഈ ഇൻഫർമേഷൻ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നെ. അച്ഛൻ എവിടെയോ വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നെ ചെന്ന ദിവസം അവിടെ മേ ബി അത് ഈസ്റ്റർ പ്രമാണിച്ചൊക്കെ ആയിരിക്കും, അവിടെ കുറച്ച് മ്യൂസിക്കൽ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം നമ്മളതൊക്കെ കേട്ട് എൻജോയ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. എന്നിട്ട് നേരെ നമ്മൾ ആ ലേക്കിലേക്കാണ് പോയത്. അതെ അച്ഛാ, അവിടെ ഇരിക്കാനൊക്കെ സ്ഥലം ഉണ്ടല്ലോ. ലോകം മുഴുവൻ കാണിച്ച് ഞാൻ പെട്ടുപോയിട്ടില്ല. ഇങ്ങനെ എങ്ങനെ തിരിച്ചു വരുന്നു, അകത്ത് കയറി തിരിച്ചു വരാൻ പറ്റും. ഞാൻ വിചാരിച്ചു ഇനി അതിനകത്ത് കൊണ്ടോട്ട് കളഞ്ഞിട്ട് വരാനുള്ള പരിപാടിയാണോ, ചില പൂച്ച കൊണ്ടുപോയി. ഫിഷിങ്ങിന് പറ്റിയൊരു സ്പോട്ടാണെന്ന് മനസ്സിലായ എങ്ങനെയാണെന്നറിയോ, ഈ കൂട്ടത്തിൽ ഒരാൾക്ക് നല്ലൊരു മീനെ കിട്ടി. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ ഒന്നും കിട്ടി. അവിടെ പ്ലാൻ ചെയ്ത നേരത്ത് നമുക്ക് ഒരു ചൂണ്ടയൊക്കെ സംഘടിപ്പിക്കാമായിരുന്നു. പക്ഷേ നമുക്കറിയില്ലായിരുന്നു ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. എടാ പെലിക്കനെ കണ്ടോ, പെലിക്കൻ. കാർത്തി ഇവിടോട്ട് പോയോ? വലിയ മീന്.
ദേ അവർക്ക് കിട്ടി. മീൻ പിടിക്കാൻ നേരത്തെ ഒച്ച ഉണ്ടാക്കാൻ പാടില്ല. കണ്ടിട്ടില്ലേ ഒരു പരസ്യം? വളരെ കാമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ അത്. ഫാമിലിക്കൊക്കെ ഈവനിങ്ങിൽ പോയി സൺസെറ്റൊക്കെ കണ്ട് സമാധാനമായിട്ടിരുന്ന് കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം. അച്ഛൻ വെള്ളത്തിൽ ചാടും. ഞങ്ങൾ പോയ ആ റിസോർട്ടിൽ ആ പർട്ടിക്കുലർ കഫേയുടെ ആ കോമ്പൗണ്ടിൽ തന്നെ ഒരു ചെറിയ പ്ലേ ഏരിയയും കൂടെ ഉണ്ട് കുട്ടികൾക്ക്. അപ്പോൾ നമുക്കവിടെ പേരൻസ് നമുക്കവിടെ ഇരുന്ന് ഡ്രിങ്ക്സ് കഴിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുകയോ ചെയ്യാം. മീൻ ടൈം കുട്ടികളെ വാച്ച് ചെയ്യാം. അതിന് നല്ല സൗകര്യമുള്ളൊരു സ്ഥലമായിരുന്നു. കുഞ്ഞുങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തോടെ കുറേ കളിച്ചു, കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അവരും ശരിക്കും എൻജോയ് ചെയ്തു. കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അതിനെ പറ്റിയ കുറച്ച് ഡെസേർട്ട്സ് ഒക്കെ ഓർഡർ ചെയ്തു. കുറച്ച് നല്ല ലെമണേഡ് അങ്ങനത്തെ കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ ഓർഡർ ചെയ്തു. അതൊക്കെ കഴിച്ചു. അങ്ങനെ ഹാപ്പി ആയിട്ട് അവിടെ കുറച്ച് നല്ല നേരം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം കുട്ടികൾ വീണ്ടും കളിക്കുന്നുണ്ടായിരുന്നു. കുറേ നേരം അവർ കളിച്ചു, ഒത്തിരി നേരം കളിച്ചു. അങ്ങനെ കളിച്ച് ക്ഷീണിച്ച് എല്ലാത്തിനും പാക്ക് ചെയ്ത് തിരിച്ച് നമ്മൾ റിസോർട്ടിലേക്ക് പോയി. അവിടെ തന്നെ നമുക്കൊരു പൂളുണ്ട്. അപ്പോൾ അതിൽ കുഞ്ഞുങ്ങൾ കുറച്ച് നേരം സ്വിമ്മിങ് ഒക്കെ ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയി. നെക്സ്റ്റ് ഡേ ഞങ്ങളുടെ പ്ലാന് ഒരു റെയിൻ ഫോറസ്റ്റ് വിസിറ്റ് ചെയ്യായിരുന്നു. അപ്പം അതിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ കാണുന്നവരെ ഓക്കെ, ടാറ്റാ, ബൈ ബൈ. ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകല്ലേ. താങ്ക് യു.